ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും രാവിലെ കണിയൊക്കെ കണ്ട് നല്ല സദ്യയൊക്കെ കഴിച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലെ വിഷു പ്രമാണിച്ചുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലായിടവും നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കണിക്കൊന്ന വരെ ഇവിടെ പാക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ദുബായിലെ വിഷു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചു, നന്നായിട്ട് സദ്യയൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഞ്ചും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും മടി എന്നെ അനുവദിച്ചില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നാടൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റൈസും കറികളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കൂർക്ക തോരൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കൂർക്ക അപ്പോൾ ഞാൻ തലേദിവസം തന്നെ നന്നാക്കി വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂർക്കയാണെങ്കിലും അതേപോലെ തന്നെ ചക്കക്കുരുവൊക്കെ ആണെങ്കിലും നമ്മൾ ആ സമയത്ത് നന്നാക്കി തോരൻ വെക്കുക അല്ലെങ്കിൽ കൂർക്കയും ബീഫും ഉണ്ടാക്കുക അതൊന്നും എനിക്ക് നടക്കില്ല കേട്ടോ. കൂർക്ക നന്നാക്കാൻ വേണ്ടി തന്നെ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. അതേപോലെ ചക്കക്കുരുവും സെയിം തന്നെയാണ്. തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി നന്നാക്കി വേവിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. കൂർക്ക വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം കൂടിയുണ്ട്. കാരണം കൂർക്കയുടെ തൊണ്ട് കളയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി അത് വേവിച്ചിട്ട് അതിൻ്റെ തൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയലാണ് കേട്ടോ. അല്ലാതെ അത് ചിരണ്ടിരിക്കാനാണെങ്കിൽ കുറേ സമയമെടുക്കും. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് പുറത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇത് ഒരുപാട് മണ്ണിലിങ്ങനെ പൊതിഞ്ഞായിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് നന്നായിട്ട് കൂർക്ക കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊഴിച്ച് നമ്മുടെ കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കുക. ഒരു വിസിലടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം ഓഫ് ചെയ്ത് എടുക്കുക. അത് എന്തോന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കൂർക്ക അങ്ങനെയല്ല ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ കഴിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് വേഗം മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ച് കടുകൊക്കെ പൊട്ടിച്ചു. സവാളയും ചതമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മളുടെ വേവിച്ച കൂർക്ക ഒന്നും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ. എൻ്റെ സിസ്റ്റർ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ കൂർക്കയാണ് കേട്ടോ. അതൊക്കെ ഒരാൾ കൊടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസിൽ ഒരെണ്ണമാണ് കൂർക്ക, പിന്നെ വഴുതനങ്ങ, പിന്നെ ഉരുളക്കിഴങ്ങ്. ഇത് മൂന്നാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇതിന് സത്യം പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നാട്ടിലത്തേന് ഒരു പ്രത്യേക രുചിയാണല്ലോ. ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂർക്കയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു, അതും തിളപ്പിച്ച് കൂറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ കൂടിയിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കയും തക്കാളി കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കറിയിലേക്ക് വെണ്ടക്ക കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അത് നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അതിന് ശേഷമാണ് അത് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് തൈരൊക്കെ ഒഴിച്ചിട്ട് അങ്ങനൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ തൈര് ഒഴിച്ച് ഉണ്ടാക്കുന്ന കറികൾ വഴുതനങ്ങയിലും അങ്ങനെ ചെയ്യും. അതേപോലെ പൊട്ടറ്റോ ആണെങ്കിലും അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇതിൻ്റെ ബിന്ദി മസാല എന്നാണ് പറയുക ഈ കറിക്ക്. അപ്പോൾ ഇതാദ്യം ഇക്കായാണ് ഇതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എവിടെയോ പോയി കഴിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി കറിയാണ്, ഇങ്ങനെ തൈര് ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക വറുത്ത ഒരു കറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹാസിമൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തവണ ഒരാൾ പാവയ്ക്ക ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് വറുത്ത് മസാല കറി ആക്കിയതിന് ശേഷം അതിലേക്ക് തൈരൊഴിച്ച് ഒരു ദിവസം കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പാവയ്ക്ക വെച്ചിട്ടും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്പ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്നും പോകില്ലെങ്കിലും കയ്പ്പിനൊരു കുറവുണ്ടാവും കേട്ടോ. കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് തൈരൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തൈരൊക്കെ ആഡ് ചെയ്ത് നമ്മളെപ്പോഴും മോര് കാച്ചിയതും ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മാറ്റി പിടിക്കാൻ പറ്റിയ കറികളാണ് കേട്ടോ.
അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ വെണ്ടയ്ക്ക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വെണ്ടയ്ക്ക അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് കളറ് മാറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം വെണ്ടയ്ക്ക ഒന്ന് അതിൽ നിന്നും കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളറ് മാറണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിനൊക്കെ ഇടുക. എന്നിട്ട് ഗരം മസാലയും കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പൊടിയൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് തക്കാളി വേവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ തൈര് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച വെണ്ടയ്ക്കയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിന്ദി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കറിയാണ്. തൈരും എൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മളുടെ എരിവ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് നോർമൽ മതി. കുറച്ച് എരിവ് കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് മുളക് പൊടി അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ പച്ചമുളക് കുറച്ച് കൂടുതൽ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഫ്രീസറിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഷേരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആവൂലിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവർ ക്ലീൻ ചെയ്തു, പക്ഷെ കട്ട് ചെയ്യാതെയാണ് കേട്ടോ തന്നത്. അപ്പോൾ അത് ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ച് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും മസാല തേച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയായിരുന്നു കേട്ടോ. വെണ്ടയ്ക്കയുടെ കറി എല്ലാം സെറ്റായി, ടേസ്റ്റൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈരൊഴിച്ച് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചൂടാവാനൊന്നും നിൽക്കണ്ട. അതിൻ്റെ ഇടയിൽ മീനും മസാലയൊക്കെ തേച്ച് കുറച്ച് വേപ്പിലയൊക്കെ ഇട്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. തലേ ദിവസത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഗ്രേവിയോടുകൂടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുത്ത് അങ്ങനെ വെച്ചു. അങ്ങനെ ഇക്കായും ഉണ്ടായിരുന്നിട്ട് ലഞ്ചിന്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കുളി നിസ്കാര കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് പണികളും വേറെയും ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അലക്കാനും വിരിക്കാനും മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം എൻ്റെ കുളി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഗോഡ് ഫാദർ ഫിലിമൊക്കെ വെച്ച് ഇരുന്ന് കാണിയിരുന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നല്ല വിശാലമായിട്ടിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് ലാസ്റ്റ് റൂമിൽ പോയിരുന്നു നല്ല സമാധാനമായിട്ടിരുന്ന് കഴിച്ചിട്ടാണ്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു, കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂർക്ക പലപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റും ഇഷ്ടമൊക്കെ കൂടുതലായിരുന്നു ഇന്ന്. അപ്പോൾ ഇക്കാടെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഈ ഒരു ബിന്ദി മസാല. ഇത് ഡ്രൈ ആയിട്ട് തൈരില്ലാതെയും നമുക്ക് നന്നായിട്ട് എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് മാത്രം കഴിക്കുകയും ചെയ്യാം. അതൊക്കെ ചപ്പാത്തിക്ക് നല്ലൊരു കോംബോയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് തൈര് ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം. രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആൾ കുറച്ച് ദിവസമായി പറയുന്നത് ചിക്കനും ഒന്നും വേണ്ട, മടുത്തു, നോർമൽ കറികളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹംദാനൊരു ഹാഫ് മൈൻഡായിരുന്നു കേട്ടോ കറി. പിന്നെ ചിക്കൻ റോസ്റ്റ് ഉള്ളതുകൊണ്ട് ആളങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആറുവിന് അങ്ങനെ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. രണ്ടുപേരെ ഇരുത്തി ഞാനങ്ങോട്ട് ഒരു ഫിഷ് ഫ്രൈയും കൂട്ടി അങ്ങനെ അങ്ങോട്ട് വാരി കൊടുക്കും, അത്രേ ചെയ്യുള്ളൂ. ഇങ്ങനത്തെ കറികളൊന്നും കൂട്ടില്ല കേട്ടോ. രണ്ടുപേരും ഇഷ്ടപ്പെട്ട് കൂട്ടുന്നത് മോരുകറിയും സാമ്പാറും, അത് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ഇവർ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നമ്മളിങ്ങനെ മിസ്സായി പോകുമല്ലോ കാണാതെ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് TV അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കണത് ഇക്കാക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇക്കാനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഓഫ് ചെയ്യും. അല്ലെങ്കിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ TV മുമ്പിലാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ പോയിരിക്കും. അപ്പോൾ അവരെല്ലാവരും TV മുഴുകിയിരിക്കണതുകൊണ്ട് തന്നെ ഞാനിപ്പുറത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. പക്ഷേ അതിന് ആ ഒരു സമാധാനത്തിൻ്റെ കുറച്ച് നേരത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും ആസിമും ആറോനും കൂടി കളിക്കാൻ വേണ്ടിയിട്ട് ഞാനിരുന്ന റൂമിലേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു യുദ്ധം വരുന്നു കേട്ടോ.
ആദ്യം ഈ റൂമിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ മജ്ലിസ് പോലെ സെറ്റ് ചെയ്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 2 ബെഡ് ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അത് ഇങ്ങനെ കവർ ചെയ്തിട്ട് ആസിമിന് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ മേത്തേക്ക് ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ നിസ്കാര കുപ്പായവും എല്ലായിടത്തും മറിച്ച് ഫുള്ള് റൂം കച്ചറയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീക്കെൻഡ് വീട് എത്ര വൃത്തിയാക്കി വെച്ചാലും ഒരു സെക്കൻഡ് കൊണ്ട് അവർ ആ ഒരു പോർഷൻ ഞാൻ അത്ര നേരം ചെയ്ത എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇല്ലാണ്ടാക്കും കേട്ടോ. നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ, എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കണതാണ് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇക്ക പറയും അവിടെ കിടക്കട്ടെ, പിള്ളേരുള്ളതുകൊണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നിങ്ങനെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെ കിടക്കണ കാണുമ്പോൾ പിന്നെയും അത് വൃത്തിയാക്കി വെക്കും, പിള്ളേർ പിന്നെയും അത് കച്ചറയാക്കും. അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു ആൾ ഇങ്ങനെ ബോളിയും പായസവും സെയിൽ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുവരെ ബോളി കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തുടങ്ങി, ഞാൻ ലഞ്ച് കഴിച്ച ആ ഒരു സമയത്താണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ഒരു 4 എണ്ണം അങ്ങനെ ഓർഡർ ചെയ്ത് വിക്കായും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഒരു 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോഴത്തേനും ഞാൻ ഓർഡർ ചെയ്ത് ഒരു ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ സംഭവം കിട്ടി കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. ബോളിക്കൊരു നെയ്യ് ഒക്കെ ഉള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാതൊക്കെ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും ഹോം മെയ്ഡാണല്ലോ. പക്ഷെ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല കുപ്പിയിലൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ അവർ തന്നിരുന്നത്. പിള്ളേർ പിന്നെ ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ, ചെറിയൊരു ബോട്ടിൽ അങ്ങനെ പറഞ്ഞിട്ട് അത് അപ്പം തന്നെ തീരുകയും ചെയ്ത്. അപ്പോൾ ഇക്ക ഓൾറെഡി ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക മഹാരാഷ്ട്രയിലാണ് പഠിച്ചത് കേട്ടോ, കോളേജ്. അപ്പോൾ അവിടെ ഹോളിൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഇവരെ വിളിച്ചിട്ടില്ലെങ്കിലും കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഇവർ പോകും. എല്ലാ ടൈപ്പ് കല്യാണങ്ങളും പോയി ഫുഡ് കഴിച്ച് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവർ പഠിക്കണ സമയത്ത് നമ്മുടെ ഫിലിം സ്റ്റാർ ദിവ്യ ഉണ്ണി ഉണ്ടല്ലോ, അവരുടെ മാരേജ് അവിടെ വെച്ചിട്ടാണ് നടന്നെന്ന്. അപ്പോൾ ആ സമയത്ത് ഇവർ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇത് ഹിന്ദുസിൻ്റെ തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകളുടെ കല്യാണങ്ങൾക്കാണ്. അതങ്ങോട്ട് കഴിച്ചപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ മത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, ലഞ്ചിൻ്റെ വീഡിയോ അതിൻ്റെ തലേ. അപ്പോൾ പതിവ് പോലെ എൻ്റെ കഴിക്കലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും 4 മണിയൊക്കെ ആവട്ടെ കിച്ചണിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. കാരണം പിള്ളേർ വരുന്നതൊക്കെ പല പല സമയങ്ങളിലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ലേറ്റ് ആവുകയും ചെയ്യും. ഇവിടുന്ന് പോണതും ലേറ്റായിട്ടായിരിക്കും, ഫുഡ് കഴിക്കാൻ വരികയാണെങ്കിൽ വരുന്നതും ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കാര്യങ്ങളും അതനുസരിച്ച് വൈകും കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അന്ന് കൂർക്കയും ബിന്ദി മസാലയൊക്കെ വെച്ച ദിവസത്തെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബോളിയും പായസമൊക്കെ കഴിച്ചത് പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വിഷുവും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതിലങ്ങനെ ആഡ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരുന്ന റൂം ഒന്ന് വാക്വം ചെയ്തിടാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിള്ളേർ അവിടെ വന്ന് കളിച്ചതിന് ശേഷം അവിടെ ആ ഒരു വോളിൽ നിന്ന് ഒരു പെയിൻറ്റ് പൊളിഞ്ഞു പോണ ഒരു ഇതുണ്ട് കേട്ടോ, ആ സൈഡ്. അത് ഹാസിമ് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് പൊളിച്ച് കളയലാണ് അവൻ്റെ ഒരു ഹോബി. അപ്പോൾ അത് ഫുള്ള് കാർപ്പറ്റിൽ വീണിട്ട് ആകെ നാശമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാക്കം ചെയ്തെടുത്ത് ഇത് നമ്മളുടെ വിഷു ഈദ് ഉൽ ഫിത്തർ പ്രോഗ്രാം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പാർക്കിൽ. അപ്പോൾ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ടീമിൻ്റെ ഡാൻസിൻ്റെ പ്രൊമോ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. വിഷു ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് മഗ്‌രിബോടുകൂടി ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇക്കാടെ ഒരു കസിൻ അമ്മായിയുടെ മോള് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പെരുന്നാളിൽ വന്നതാണ് കേട്ടോ. പിത്താത്തായും ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്താനെ പോയി കൊണ്ടുവന്നു. അപ്പോൾ ഇക്കായും 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആളെ കൈയോടെ പൊക്കി ഇവിടെ വന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചക്കത്തെ നോർമൽ ആയിട്ടുള്ളതൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ 4 സ്ക്വയറിൽ വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
ആസിമിനെയും കൊണ്ട് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാതെ തന്നെ പകുതിക്കിട്ടിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് ആസിമിനെയൊക്കെ ആയിട്ട്. കാരണം അവൻ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഫോർ സ്ക്വയറിൽ നിന്ന് അവന് ഇഷ്ടമുള്ള സംഭവങ്ങൾ എടുത്തുകൊണ്ട് വരിക, ഗ്രാൻഡിൽ പോയി കാർ എടുത്തിട്ട് വരിക, മണ്ണ് എടുത്ത് എല്ലാവരുടെ മേത്തേക്ക് എറിയുക, ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ത തന്നെ വളരെ ലൈറ്റായിട്ടാണ് രാത്രി കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളങ്ങനെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ തന്നെ അങ്ങനെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. നമ്മളുടെ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ആ ഹണി ഗ്ലേസ്ഡ് അൽഫാം ചിക്കൻ ഉണ്ടല്ലോ, അതും പിന്നെ ചിക്കൻ്റെ ഒരു പാൽ പൊറോട്ടയും ഓർഡർ ചെയ്തു. പിന്നെ ഫ്രൂട്ട് സാലഡൊക്കെ ആയിട്ട് അതൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഹാസിം ഓൾറെഡി ഗ്രാൻഡിൽ നിന്നൊരു കാർ എടുത്തതാണ്. പിന്നെ രണ്ടാമതും കൂടി എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അത് ശരിയാവില്ലല്ലോ. പിള്ളേരങ്ങനെ വാശി എടുക്കുമ്പോൾ എല്ലാം അങ്ങനെ സാധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ കയ്യോടെ ആളെ എടുത്ത് നിങ്ങൾക്ക് പയ്യെ കഴിച്ചിട്ട് പോവാം, ഞാൻ പോവാണെന്നും പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോയി. അന്ന് ഉച്ചയ്ക്ക് ഹാസിം ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഉടനെ അവൻ ഉറങ്ങിയും പോവുകയും ചെയ്തിട്ടാണ്. അപ്പോൾ കഴിക്കുന്നവർ സമാധാനമായിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.